100 ദിവസം നിന്നവർക്ക് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്കി അറിയില്ല പോലും. ഒരു പഠിച്ചിപ്പാറോ വീട്ടില് എന്താണ് വീട്ടിൽ കഴിക്കാൻ പറ്റുന്നൊക്കെ ഉണ്ടാക്കും. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. എല്ലാം ഉണ്ടാകും. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടാക്കി. സത്യമാണേ, സത്യം. പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്കി അറിയില്ല. കമ്പെടുത്ത് എറിഞ്ഞ് ഇട്ടുകൊടുത്താലേ തലക്ക് നോക്കി. എനിക്ക് ചിക്കൻ ഉണ്ടാക്കാൻ അറിയാം. ബിരിയാണി ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും. അല്ല, എനിക്കറിയാം. ഏത് നിമിഷവും നമ്മളെ പറ്റിക്കും. അതുകൊണ്ടെന്താ നാട്ടുകാരെ തള്ളക്ക് വിളിയും പ്രാക്കും ഞങ്ങൾക്കില്ല. എന്തൊരു തള്ളടാ, എന്തൊരു തള്ളു. ഒരു മയമൊക്കെ വേണോ, ഒരു മയമൊക്കെ. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. ഇതൊക്കെ മനുഷ്യന്മാര് കാണുന്നതല്ലേ, ഞങ്ങള് ചോറ് തന്നെയല്ലേ തിന്നുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ നാണമില്ല ഇവനൊക്കെ. അല്ലെങ്കിൽ ഞാൻ മിച്ചർ വാരി എന്റെ വായിലോട്ട് എറിഞ്ഞു കൊടുക്കണമായിരുന്നു. ഇവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ജീവിക്കാൻ പറ. ഇങ്ങനെ കള്ളം ഇങ്ങനെ തൂപ്പൊന്നൊരു ഡ്രാഗണെ ഞാൻ എന്റെ കരിയർ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. PR ആയിട്ട് 1 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്. 50,000 കൊടുത്തു. 50,000 ബാക്കിയുള്ളതാണ് അനുമോൾ പറഞ്ഞത്. കള്ളം പറഞ്ഞു. പുതിയ നമ്പർ അനുമോൾ ആകെ തന്ന കാശാട്ടോ. സംശയമൊന്നുമില്ലല്ലേ? ഇതിപ്പോ ആര് പറഞ്ഞ വിശ്വസിക്കും? തൽക്കാലം നമുക്ക് ഇവൻ പറയുന്നത് വിശ്വസിക്കാം. ഞാൻ സത്യസന്ധന. ഇതൊരു അങ്ങനത്തെ ഒരു പെയ്ഡ് PR വർക്കൊന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല. ഭയങ്കര കള്ള. നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ എന്തിടണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അതിന് PR എന്നാണ് വിളിക്കുന്നത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ. പിന്നെ നമ്മൾക്ക് വാശിയായി കാരണം നമ്മൾ ജയിക്കണമെന്ന്. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. വേണ്ട, ഞാൻ ചോദിക്കുന്നില്ല. ആ വാശിപ്പുറത്ത് ഞാൻ ചെയ്തൊരു വർക്കാണിത്. ഈ കൈ കണ്ടോ, രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.